അതേ ഇന്ന് നമുക്ക് അമ്മയുടെ ഓണക്കളി എന്ന് കണ്ടാലോ. ഓണക്കളി കളിക്കുന്നത് വേറെ എങ്ങുമല്ല, സിന്ധുമ്മയുടെ സ്വന്തം നാട്ടിലാണ് കേട്ടോ. സിന്ധുമ്മ ജനിച്ചു വളർന്ന സിന്ധുമ്മയുടെ നാട്ടിലാണ് ഇന്ന് ഓണക്കളി കളിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം കലാസമിതി കളിക്കാൻ പോകുന്നത് നമ്മുടെ ക്ലബ്ബിലെ പരിപാടിക്കാണ് കേട്ടോ. ഞങ്ങളുടെ കൂട്ടുകാരത്ത ഒരു കൊച്ചു ക്ലബ്ബുണ്ട്, ആ കൊച്ചു ക്ലബ്ബിലെ ഓണപ്പരിപാടികളിലാണ് ഇവരിന്ന് കളിക്കാൻ വന്നേക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ കളികളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ദേ കാന്താരി പെണ്ണൊക്കെ തകർക്കുന്നുണ്ട് കേട്ടോ. അവിടെ കാന്താരി പെണ്ണും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയാണെങ്കിൽ ഇങ്ങനെ മോളുടെ കളി ഇങ്ങനെ എത്തി നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്, എന്നാലും മോളെവിടെ നിന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അമ്മയും കൂട്ടുകാരും നല്ല തകർക്കണായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തകർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മക്ക് ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മക്ക് മാത്രമല്ല നമ്മുടെ ടീമിന് എല്ലാവർക്കും കൊച്ചു കൊച്ചു സ്നേഹ സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കളിയെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും കളി കണ്ടിട്ടുണ്ടാവൂലേ. കളിയൊക്കെ അടിപൊളി സൂപ്പറായിരുന്നു. അങ്ങനെ ഈ സ്നേഹ സമ്മാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതിന് ശേഷം അമ്മക്കൊക്കെ വേറെ കളിയുള്ളതുകൊണ്ട് അവർ വേറെ കളി സ്ഥലത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ദേ അമ്മ എല്ലാവർക്കും നന്ദി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയും ടീമും പോയതിന് ശേഷം ദേ നമ്മളുടെ ബാക്കി കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കലാപരിപാടികൾ നമ്മുടെ ചേച്ചിമാർ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചൊരു തിരുവാതിര കളിക്കുന്നുണ്ടായിരുന്നു, കുളങ്കര ഉണ്ടായിരുന്നു, സുധുവിൻ്റെയും ടീമിൻ്റെയും പല പരിപാടികളുണ്ടായിരുന്നു. പിന്നെ കസേരകളി ഉണ്ടായിരുന്നു, മെഴുകുതിരി കത്തിക്കൽ, പറഞ്ഞ് തീരാത്ത ഒത്തിരി പരിപാടികളുണ്ടായി. 4 മണിയായപ്പോൾ തുടങ്ങിയ പരിപാടികളാണ്. അതിൽ കുറേ പരിപാടികളിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും സുധുവിൻ്റെ ഫുൾ സാന്നിധ്യം ഉണ്ടായിരുന്നു കേട്ടോ. സുധു എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് 2-3 പ്രൈസൊക്കെ മേടിച്ച്. ചെറുക്കൻ എന്നോട് വന്നപ്പോൾ തന്നെ പറഞ്ഞു, അമ്മ എനിക്ക് 2 പ്രൈസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ അവന് പ്രൈസ് ഉള്ളപ്പോൾ പിന്നെ ഞാനും പുറകിലാവരുതല്ല എന്ന് വിചാരിച്ച് ഞാനും കസേരകളിയിൽ പങ്കെടുത്ത്. ഞാനാണെങ്കിൽ ജോലി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് യൂണിഫോം പോലും മാറാതെയായിരുന്നു പരിപാടിയിലൊക്കെ പങ്കെടുത്തത്. എന്തോ ആയിക്കോട്ടെ, നല്ല അടിപൊളിയായിട്ട് എനിക്കും കിട്ടിയൊരു സമ്മാനം. അപ്പം എൻ്റെ സമ്മാനം മേടിക്കണത് ഇപ്പോൾ ഒരു കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ചുറ്റും നോക്കണമായിരുന്നു. ആരും പോയിട്ടൊന്നുമില്ല, എല്ലാവരും സമയം വൈകിയെങ്കിലും കാത്തിരിക്കണമായിരുന്നു. ഞാൻ ദേ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ സമ്മാനമൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോരാൻ തയ്യാറെടുക്കുമ്പോഴും ഞങ്ങളിങ്ങനെ എല്ലാവർക്കും സമ്മാനം കിട്ടിയതിന് ശേഷം പോരാന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിന്ന് ദേ അങ്ങനെ എല്ലാവർക്കും സമ്മാനമൊക്കെ കിട്ടി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.